ബ്രോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയോ ബ്രോ, ഞാൻ എൻ്റെ +1 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകും. +1 എക്സാം അടുത്തടുത്ത് വന്നു, ഇനി 4 ദിവസം കണ്ടേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഈവൻ ബുക്ക് പോലും തുറക്കുന്നത് +1 എക്സാമിന് വേണ്ടി. ഞാൻ മുൻകൂട്ടി പഠിക്കുന്ന ഡേ പഠിച്ചു പോകുന്ന ഒരാളെ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ലേസി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ അന്ന് എണ്ണിച്ച് രാവിലെ കുളിച്ചു റെഡിയായി, ഉടുപ്പൊക്കെ ഇട്ടു, ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചു, ബോക്സ് ഇങ്ങനെ എടുത്ത് വെച്ചു, കാൽക്കുലേറ്റർ ഇങ്ങനെ എടുത്ത് വെച്ചു, പഠിക്കാനുള്ള ബുക്കെല്ലാം എടുത്ത് വെച്ചു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു, എൻ്റെ ഫോണും കൂടെ എടുത്ത് ഞാൻ എടുത്ത് വെച്ചു. അങ്ങനെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക മാത്സിൻ്റെ ഇക്വേഷൻ, ട്രിഗണോമെട്രി, അങ്ങനെയുള്ള സാധനം, സൈൻ കോസ് തീറ്റ, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ എന്നെ നോക്കുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഞാൻ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ബോധം വരും, ഞാൻ എന്ത് ചെയ്യുന്നു, പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഫോൺ താഴെ വെക്കും. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പേജ് ഇങ്ങനെ മറച്ചുകൊണ്ടേയിരിക്കും. പേജ് മറി മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഫോണിലേക്ക് പോകും, പിന്നെ ഗെയിം കളിക്കും, ആർക്കെങ്കിലും മെസ്സേജ് അയക്കും, ഇങ്ങനെ റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ഈ ഒരു അവസ്ഥ. ഞാനൊരു ടാസ്കിന് വേണ്ടി, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അവിടെ വന്നിരുന്നത്, എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കി വന്നിരുന്നത്. ബട്ട് ഒരു പ്രയോജനമില്ല. മണിക്കൂർ ഇങ്ങനെ ഫോൺ എടുത്ത് എൻ്റെ ടൈം വെറുതെ കളയുന്നു. ബ്രോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ലക്ഷ്യമുള്ളവരാണ്, നമുക്കൊരു എയിം ഉള്ളവരാണ്, നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ഒരിക്കലും റാറ്റിറ്റ്യൂട്ടോ ഈ സൊസൈറ്റിയുള്ള ആൾക്കാരോട്ടോ അവർ പറയുന്ന രീതിയിൽ, അവർ ചെയ്യുന്ന രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങളോട് ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡീപ്പ് ഫോക്കസ് വേണം. ഡീപ്പ് ഫോക്കസ് എന്ന് ഞാൻ പറഞ്ഞത്, ഓട്ടമത്സര സമയത്ത് കുതിരയുടെ കണ്ണിൽ രണ്ടും ഇങ്ങനെ കെട്ടിവെക്കും. ഇതിങ്ങനെ കെട്ടിവെക്കുന്നത് വെറുതെ ഭംഗിക്കല്ല. കാരണം അതിനൊരു ഡയറക്ഷനെ കാണാൻ പാടുള്ളൂ. കറക്റ്റായിട്ട് ഫോക്കസിലായിട്ട് അതിൻ്റെ സ്പീഡിൽ ഓടണം, നല്ല സ്പീഡിൽ കുതിച്ചു പായണം. അതിനുവേണ്ടിയാണ് അങ്ങനെ കെട്ടിവെക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഇവിടെ നിങ്ങളുടെ യൂട്യൂബറിൻ്റെ കൂട്ട് പൊട്ടത്തരം പറഞ്ഞു തരത്തില്ല. ഞാൻ പിൻ പോയിന്റ് ആയിട്ടുള്ള, ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും തിങ്ക് ചെയ്യരുത്, ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുക, നിങ്ങൾ പാഷൻ ഇഷ്ടമുള്ള ചെയ്യുക, 10 കോൾ ഒരുമിച്ച് ചെയ്യുക, ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരുമിച്ച് ചെയ്യുക, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരുമിച്ച് ചെയ്യുക, ട്രേഡിംഗ് ഒരുമിച്ച് ചെയ്യുക, കോഡിംഗ് ഒരുമിച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതല്ല ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞ്. സത്യത്തിൽ നിങ്ങളെ എല്ലാവരും പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുകയാണ്. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ 10,000 ടാസ്ക് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്. നോ, അങ്ങനെ ഒരു ക്രാപ്പ് പോലെ, അത് പൊട്ടത്തരമാണ്. മണ്ടന്മാർ, റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവന്മാർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ വിചാരിക്കുന്നത് എന്താ പറയുക, ഞാൻ ഇതും ചെയ്താൽ ഞാൻ പെട്ടെന്ന് സക്സസ്ഫുൾ ആവും, പെട്ടെന്ന് ഇതാവും, എനിക്ക് അത് കിട്ടും അല്ലെങ്കിൽ ഇത് കിട്ടും. ബ്രോ, പൊട്ടത്തരമാണ്. റാറ്റ് മൈൻഡ് സെറ്റാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്കറിയാം എന്താണ് റിയലി ഡീപ്പ് വർക്ക് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഡീപ്പ് വർക്ക്? ബ്രോ, ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടവർ എല്ലാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങളുടെ റാറ്റ് ഗെയിം അല്ല, ഇത് നിങ്ങൾ ഫോണിൽ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന പോലുള്ള കാര്യമല്ല, ഇത് നിങ്ങളിങ്ങനെ വെടിവെക്കട എന്ന് പറയുന്ന കാര്യമല്ല. ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിന് റിലാക്സ്മെന്റ് കൊടുത്ത്, നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഡീപ്പ് വർക്ക് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യുന്ന ഓരോ ടാസ്കിനും ഞാൻ ഡീപ്പ് വർക്ക് കൊടുക്കാറുണ്ട്. ഞാൻ പോകുന്ന റാറ്റ് ലൈഫിൽ ഞാൻ ഡീപ്പ് വർക്ക് കൊടുക്കാറില്ല. നോ, എൻ്റെ 100% ബ്രെയിൻ അവിടെ ഉപയോഗിക്കത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലാക്കുക, നമുക്കൊരു 10 എനർജിയാണ് ഉള്ളതെങ്കിൽ ഒരു ഡേയിൽ, ആ 10 എനർജിയിലും 11ഉം 12ഉം 15ഉം എനർജി നിങ്ങൾ പുട്ട് ചെയ്ത് ഒരു കാര്യത്തിന് വേണ്ടി, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പോകുന്നതിനെയാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഗെയിം കളിച്ചിട്ട്, ഞാൻ 1 മണിക്കൂർ ഗെയിം കളിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിക്കാം, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള കാര്യം ചെയ്യാം, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലയൻറ്റിന് മെയിൽ ചെയ്യാം, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാം. നോ, അതല്ല ഡീപ്പ് വർക്ക്. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗോളുണ്ട്. അത് ചിലപ്പം പൈസ ഉണ്ടാക്കുന്നതായിരിക്കും, അത് ചിലപ്പം നിങ്ങളുടെ വീട്ടുകാരെ ഹാപ്പി ആക്കാൻ വേണ്ടി നല്ല സ്കോർ ചെയ്യുന്നതായിരിക്കും, അത് ചിലപ്പോൾ നിങ്ങളൊരു ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങളെല്ലാം ചിരിക്കും, ഗേൾ ഫ്രണ്ട്, ഇവൻ എപ്പോഴും ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഫോക്കസ് ചെയ്യുന്നത്, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല, ഞാൻ സിഗ്മ മേല. നോ, ഡോണ്ട് ലൈ ടു മീ. ആ ടോപ്പിക്കിലേക്ക് എന്നെ കേട്ടരുത്. ഡോണ്ട് ലൈ ടു മീ, ഓക്കെ? ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇപ്പം ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞത് അവൾമാരുടെ പുറകെ പറന്ന് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ ബിൽഡ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടിനെ കിട്ടത്തുള്ളൂ. ഡു യു അണ്ടർസ്റ്റാൻഡ്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഐ മേക്ക് മൈ പോയിന്റ് ക്ലിയർ, റൈറ്റ്? സോ ഇതുപോലുള്ള ടാസ്കുകൾ നമുക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് ഹാപ്പി ആയിട്ട്, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കീപ്പ് ചെയ്യുന്ന ഇതുപോലുള്ള ടാസ്ക് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോക്കസ് വേണം, നമുക്ക് ഡീപ്പായിട്ടുള്ള വർക്ക് നിങ്ങൾ ചെയ്യണം. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്ന കാര്യം, ഇവൻ കുറേ നേരമായിട്ട് ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാലോ. എന്താണ് ഡീപ്പ് വർക്ക്? റിയലി എന്താണ് ഡീപ്പ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ബ്രോ, ഇത് ക്ലിയർ ആണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഈ കാര്യം, ഈ പോർഷൻ നിങ്ങൾ പ്രിന്റ് ചെയ്തെടുത്തിരിക്കണം. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ആരും ഒരു യൂട്യൂബറും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോകുന്നില്ല. ബിക്കോസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ
ബേസിക്കലി സൈക്കോളജിപരമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു സർവൈവൽ മൂഡിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ, ഈ സോഷ്യൽ മീഡിയ നമ്മൾ കാണുമ്പോൾ, കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ, ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുമ്പോഴും, അതുപോലുള്ള ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള ലൈവ് പൊട്ടന്മാരുടെ ഇരുന്ന് നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾ ഇൻഫർമേഷൻ ആണ് ഗെയിൻ ചെയ്യുന്നത്, റൈറ്റ്? ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതുപോലെ ഹൗ ടു മേക്ക് ഓൺലൈൻ മണി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് 10-200 വീഡിയോ കിട്ടും, റൈറ്റ്? ഇതിനകത്തുനിന്ന് കണ്ടിട്ട് ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം, ഞാൻ ഷൂ സെല്ലിങ് ചെയ്യാം, ഞാൻ ട്രേഡിങ് ചെയ്യാം, ഞാൻ ക്രിപ്റ്റോഗ്രഫി ചെയ്യാം, ഞാൻ NFT ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾ തിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടിയാണ് നിങ്ങൾ എല്ലാ ടൈമും സ്പെൻഡ് ചെയ്യുന്ന പോലുമില്ല, ജസ്റ്റ് പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മാർക്ക് മൈ വേർഡ്, നിങ്ങൾ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പോലുമില്ല, ബട്ട് ജസ്റ്റ് പ്രൊക്കാസ്റ്റിനേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എൻഡ് ആയിരിക്കുന്നത്, റൈറ്റ്? എന്നോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല, ഞാൻ ട്രൂത്താണ് നിങ്ങളോട് പറയുന്നത്, മനസ്സിലാക്കുക. സോ നമ്മൾ 10,000 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന അല്ല ബ്രോ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു എയിമിന് വേണ്ടി ഫോക്കസ്ഡ് ചെയ്ത് അതിൻ്റെ 100% നമ്മുടെ ലൈഫിലെ ടൈം അതിനുവേണ്ടി കൊടുത്ത് അതിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട്, ഹാർഡായിട്ട് ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതിനെയാണ് ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞത്. ആ ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫോൺ കോളും വരാൻ പാടില്ല. ആ ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. ആ ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുത്തവളും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പാടില്ല. ആ ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രണ്ടും ആ ഗെയിം കളിക്കാൻ പാടാ, PUBG കളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ഡീപ്പ് വർക്ക്. കാരണം എന്തുവെന്ന് നിങ്ങൾക്കറിയാം. കാരണം നമുക്കൊരിക്കലും അവന്മാരുടെ ലൈഫല്ല വേണ്ടത്. നമുക്കൊരിക്കലും റാറ്റായിട്ടുള്ള ആൾക്കാരല്ല. നമുക്കൊരിക്കലും ഒരു ആവറേജ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ആരും ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ദ നമ്പർ 1 റൂൾ. ഓക്കെ, നിങ്ങൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ബ്രോ എങ്ങനെ നിങ്ങളുടെ ലൈഫ് പോകുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. യു വിൽ ബി മിസറബിൾ. എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലും ഓണല്ല. മനഃപൂർവ്വം ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലും ഓണല്ല. ഞാൻ നിങ്ങളോട് അത്ര സ്ട്രിക്റ്റ് ആവാൻ പറയത്തില്ല, ബട്ട് എന്നാലും ഞാൻ നിങ്ങളോട് പറയാം, ബ്രോ നിങ്ങളൊരു ഡീപ്പ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നതിനോട് നിങ്ങൾക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല ബ്രോ, എനിക്കെന്തോ അസുഖമുണ്ട്, ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് പറ്റത്തില്ല, എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല. നോ, അതിനൊരു ക്രാപ്പും അല്ല. അത് നിങ്ങളുടെ വെറും സെൽഫ് ബിലീഫ് മാത്രമാണ്. എല്ലാവരും, ഈ സൊസൈറ്റി ഉള്ളവരെല്ലാവരും നിങ്ങളെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ബ്രോ ആ മൈൻഡ് സെറ്റ് മാറുക. അത് റാറ്റ് മൈൻഡ് സെറ്റ് ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഈ ഈഗിൾ മൈൻഡ് സെറ്റ് നിങ്ങളുടെ തലയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യൂ. നിങ്ങളൊരു ഡീപ്പ് വർക്ക് ചെയ്യുകയാണ്, അത് ഏതുമാകട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ മിലിറ്ററി കയറണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാർ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും, അതിന് പൈസ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി വേണമെന്നായിരിക്കും. സോ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സിനാണ് വർക്കൗട്ട് ചെയ്യുന്നതിനെ കുറിച്ച്. സോ ഏത് കാര്യമായിക്കോട്ടെ ഡീപ്പ് വർക്ക് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഫോണാണ് ഇതിനകത്ത് നമ്പർ 1 പ്ലെയർ എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ എൻവയോൺമെൻറ്റ് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്, നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എത്രമാത്രം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ഡീപ്പ് വർക്ക് ചെയ്യുമ്പോൾ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക, ഞാനിവിടെ ഡീപ്പ് വർക്ക് ചെയ്ത് എൻ്റെ ലാപ്പിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കും. ഞാൻ 5, 6, 7 മണിക്കൂർ അതിനകത്ത് വേണ്ടി ഫോക്കസ്ഡ് ചെയ്തിരിക്കും. അതെങ്ങനെ നിങ്ങൾക്ക് പറ്റും? അത് നിങ്ങൾക്ക് 1 ദിവസം കൊണ്ട് പറ്റുമോ? ഇല്ല. അത് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് പറ്റുമോ? ഇല്ല. 3 ദിവസം കൊണ്ട് പറ്റുമോ? ഇല്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വ്യൂ കൂട്ടാൻ വേണ്ടി എനിക്ക് നിങ്ങളോട് പറയാം, ഓ ഇല്ല ബ്രോ ഇതിങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി, പറ്റും അങ്ങനെ എന്നൊക്കെ പറയാം. ബട്ട് നോ, ഐ ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ സത്യസന്ധമായിട്ട് ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ് ബ്രോ നിങ്ങളോട് പറയുന്നത്. ഇറ്റ് ടേക്ക് ടൈം, ബട്ട് യു വിൽ ഗെറ്റ് ദെയർ. എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്, 100% വിത്ത് വിശ്വാസമുണ്ട്. യു വിൽ ഗെറ്റ് ദെയർ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്പർ 1 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പാടില്ല. ആരും നിങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ല. ന്യൂട്ടൺ പറഞ്ഞൊരു കാര്യമുണ്ട്, എവരി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്യാനിരിക്കുമ്പോൾ, നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ, നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് പല ഡിസ്ട്രാക്ഷൻസും വരും. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ വിളിക്കാത്ത ഫ്രണ്ട് നിങ്ങളെ അപ്പം വിളിക്കും, നിങ്ങളുടെ അമ്മ പെട്ടെന്ന് നിങ്ങളെ വിളിക്കും, വാടക ഇവിടെ വെച്ച് ജോലി ചെയ്യാണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് വിളിക്കും. ബട്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ന്യൂട്ടൺ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, യൂണിവേഴ്സൽ ലോ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരിക്കലും ഈ മണ്ടത്തരം ചെയ്യരുത്. ഞാൻ റിപ്പീറ്റ്ലി നിങ്ങളോട് പറയുന്നു, ഒരിക്കലും നിങ്ങൾ ഈ മണ്ടത്തരം ചെയ്യരുത്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചെന്ന് വെച്ച് നിങ്ങൾ ചെയ്യാൻ വന്ന ടാസ്ക് നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ ഇത് യൂണിവേഴ്സൽ ലോ ആണ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അതല്ലേ സത്യത്തിൽ മാസ്കുലിനിറ്റി, അതല്ലേ സത്യത്തിൽ ഈഗിൾ മൈൻഡ് സെറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഇട്ടിട്ട് പോകുന്നതാണ് ഈഗിൾ മൈൻഡ് സെറ്റ്? നോ, ദാറ്റ് ഈസ് റാറ്റ് മൈൻഡ് സെറ്റ്. നിങ്ങൾ അങ്ങനെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ, എനിക്ക് നിങ്ങളെ അങ്ങനല്ല വേണ്ടത്.
തിങ്ക് ദിസ് വേ. പിന്നെ എല്ലാവർക്കുള്ള ഡീപ്പ് വർക്കിനെ കുറിച്ചുള്ള സംശയമാണ്, ഞാൻ എപ്പം ബ്രോ ഡീപ്പ് വർക്ക് ചെയ്യണം, ഞാൻ രാവിലെ ചെയ്താൽ മതി, ഉച്ച കഴിഞ്ഞ് ചെയ്താൽ മതി, വെയിൽ ഇങ്ങനെ വരുമ്പം ചെയ്താൽ മതി? നോ നോ നോ, അങ്ങനെയുള്ള ഒരു ക്രാപ്പ് നിങ്ങൾ ചിന്തി ചെയ്യേണ്ട ബ്രോ. നിങ്ങൾ ആലോചിക്കുക, ഇതിനൊരു സയന്റിഫിക് ബേസിലല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ലോജിക്കിനും അപ്പുറമുള്ള കുറേ കാര്യങ്ങളുണ്ട്, റൈറ്റ്? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ബോഡി കംഫോർട്ടായിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും ഇമോഷണലി അതിന് വേണ്ടി റെഡി ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ ഭയങ്കര ഞാനൊന്നും ഒരിക്കലും ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാം, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നോ നോ, എനിക്കെന്താണ് ഞാൻ ചെയ്യേണ്ട ടാസ്ക് എന്നറിയാം, ഞാൻ ചെയ്യേണ്ട ഡീപ്പ് വർക്ക് എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ഇമോഷൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഇമോഷൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും, എനിക്ക് ഇവിടെ കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ചെയ്യേണ്ട ടാസ്ക് ഞാൻ ചെയ്തിരിക്കണം. എന്തുകൊണ്ട്? ഐ എം എ ഡിസിപ്ലിൻ പേഴ്സൺ, റൈറ്റ്? സോ ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഇതും അതും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഡീപ്പ് വർക്കും ഫോക്കസും ഡിസിപ്ലിനും തമ്മിൽ കണക്റ്റഡ് ആണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നു, നിങ്ങൾ റിലാക്സ് ചെയ്ത് ശ്രദ്ധിച്ച് ഇത് കേൾക്കുക ബ്രോ. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും, നിങ്ങൾ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും, നിങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിലും, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും, നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇത് ചെയ്തു തുടങ്ങുക. ഈ ഡീപ്പ് വർക്ക് എന്നും എല്ലാ ദിവസവും ചെയ്തു തുടങ്ങുക. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ വന്ന് ഞാൻ ചെയ്യാത്തൊരു കാര്യം കള്ളത്തരം പറയുന്ന ഒരാളല്ലെന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു ഡു ദ ഡീപ്പ് വർക്ക്. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എല്ലാവർക്കും ഡ്രീമുണ്ട്. റാറ്റിനും ഡ്രീമുണ്ട്, ഈഗിളിനും ഡ്രീമുണ്ട്, നിങ്ങൾക്കും ഡ്രീമുണ്ട്, എനിക്കും ഡ്രീമുണ്ട്, നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടന്മാരായ ഫ്രണ്ട്സിനും ഡ്രീമുണ്ട്, നിങ്ങൾക്കും ഡ്രീമുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാർ മേടിക്കുന്നതായിരിക്കും, ബൈക്ക് മേടിക്കുന്നതായിരിക്കും, ഐഫോൺ മേടിക്കുന്നതായിരിക്കും, നിങ്ങളുടെ വീട്ടുകാരെ സന്തോഷപ്പെടുത്തുന്നതായിരിക്കും, നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിരിക്കും, നിങ്ങളുടെ മൈൻഡിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമാധാനം കൊണ്ടുവരുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ കിട്ടുന്നതായിരിക്കും. ഏതൊരു സിറ്റുവേഷൻ ആയാലും ബ്രോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നിങ്ങൾക്ക് എത്തേണ്ട നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സിറ്റുവേഷൻ നിങ്ങൾ വിചാരിച്ചോ. പക്ഷെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ സിറ്റുവേഷനിലാണ്, റൈറ്റ്? സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ഈ സിറ്റുവേഷനിൽ നിന്നും ഇങ്ങനെ നിങ്ങൾക്ക് എത്താം. ഈ സിറ്റുവേഷനിൽ നിന്നും ഇവിടെ പോയി, 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 ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എത്താം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഞാൻ രണ്ടാമത് പറഞ്ഞ രീതിയിലാണോ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ എത്രമാത്രം സ്പീഡിൽ, എത്രമാത്രം പെട്ടെന്ന് ഒരു കാര്യം തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ചൂസ് ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വഴിയാണ്. അവിടെ പോയി ആദ്യം ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാം, ആദ്യം ട്രേഡിങ് ചെയ്യാം, ആദ്യം ഞാൻ പഠിക്കാം, ആദ്യം ഞാൻ പഠിച്ചിട്ടൊരു കാര്യമില്ല, ഞാൻ എടുത്ത് കോഴ്സ് കൊള്ളത്തില്ല, ഇനി ഞാൻ ഇപ്പോൾ എന്തോ ചെയ്യും, ഞാൻ ഇനി ഡ്രോപ്പ് ചെയ്യുന്നില്ല, ഒരു പഠിക്കുന്നില്ല. അങ്ങനെയുള്ള മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും ഉള്ളത് ബ്രോ. അതല്ല നിങ്ങൾക്ക് വേണ്ടത്. ആ മൈൻഡ് സെറ്റ് റാഡ് മൈൻഡ് സെറ്റാണ് ബ്രോ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വേറെ ഒന്നും ഈ വീഡിയോ ഒന്നും എടുക്കേണ്ട. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ എടുക്കൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടാസ്കിന് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഫുൾ എഫേർട്ട് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ പല്ലും നഖവും മുടിയും വെറുപ്പും എല്ലാം ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കൊടുക്കുക. അതിനകത്ത് നിങ്ങൾ പിൻ പോയിന്റ് ആയിട്ട്, കാരണം ഒരു സൂചി താഴെ ഇട്ടാൽ കേൾക്കുന്ന രീതിയിൽ അത്രമാത്രം ഫോക്കസ്ഡ് ആയിട്ട് ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കുക. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ എനിക്ക് അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല ബ്രോ, എൻ്റെ ലൈഫൊക്കെ ഭയങ്കര സാഡാണ്, എനിക്കൊന്നും ആരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല. ബ്രോ, അത് നിങ്ങളുടെ ലൈഫ് സാഡായിട്ടോ, നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തോ, നിങ്ങൾക്ക് പൈസ ഇല്ലാത്തോ അങ്ങനെയുള്ളൊരു കാര്യമല്ല ബ്രോ. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എല്ലാവരും അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ ഫാമിലിയുള്ളവരും അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്, റൈറ്റ്? നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണ്, നമ്മൾ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടുള്ളവരല്ല. ഡു അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, യു നീഡ് ടു ഡു ഡീപ്പ് വർക്ക്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് ഡീപ്പ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റും ബ്രോ. നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും കള്ളം പറയുന്ന ഒരാളല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു ബ്രോ, ഞാൻ ഡീപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് 6, 7, 5 മണിക്കൂറൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ടാസ്കിന് വേണ്ടി ഈ കസേരയിൽ കുത്തിയിരുന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റും. പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ബട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നേരത്തെ എനിക്ക് അങ്ങനെ പറ്റുമായിരുന്നു. നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല, ഇവൻ ഭയങ്കര ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, ഇവൻ ഭയങ്കര അങ്ങനെ ജനിച്ചതാണ്, എനിക്കൊന്നും അങ്ങനെ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സെൽഫ് ബിലീഫ് ആണ് ബ്രോ നിങ്ങളെ ഇരുത്തി കളയുന്നത്. ഇങ്ങനെയുള്ള സെൽഫ് ബിലീഫ് നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് തന്നിരിക്കുന്നതാണ് നിങ്ങളെ ഇങ്ങനെ ഡൗൺ ആക്കാൻ വേണ്ടി. അതുകൊണ്ട് ബ്രോ, നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒരിക്കലും അങ്ങനെ ഉള്ള ഒരാളല്ലായിരുന്നു. നിങ്ങൾ കിടക്കുന്നതിനേക്കാളും റാറ്റ് ഹോളിൽ
നിങ്ങൾ കിടക്കുന്നതിനേക്കാളും റാറ്റ് ഹോളിൽ കിടന്ന ഒരാളാണ് ഞാൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഡീപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ കാര്യം മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ലൈഫിൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ കാര്യത്തിന് വേണ്ടി ഈ നിമിഷം മുതൽ, നാളെ മുതൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ചിലപ്പോൾ ആദ്യം 10 മിനിറ്റ് ചെയ്യത്തുള്ളായിരിക്കും, മതി. ചിലപ്പോൾ നിങ്ങൾ അരമണിക്കൂറേ ചെയ്യത്തുള്ളായിരിക്കും, മതി. ചിലപ്പോൾ നിങ്ങൾക്ക് 9 to 5 ജോലിയുള്ള ഒരാളായിരിക്കും, നിങ്ങൾക്ക് സമയം കിട്ടത്തില്ലായിരിക്കും. ബട്ട് നിങ്ങൾ രാവിലെ എണീച്ച് 1 മണിക്കൂർ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. നിങ്ങൾക്ക് വേറൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി, വേറെ എന്തെങ്കിലും ക്രിപ്റ്റോയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, AI കുറിച്ച് പഠിക്കാൻ വേണ്ടി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ കോളേജിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന ഒരാളായിരിക്കും, നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ലായിരിക്കും, നിങ്ങൾക്ക് കുറേ പഠിക്കാനുണ്ടായിരിക്കും, ഹോംവർക്ക് ചെയ്യാനുണ്ടായിരിക്കും. സെയിം തന്നെ ചെയ്യൂ. രാവിലെ നേരത്തെ എണീക്കൂ, ടൈം കണ്ടുപിടിക്കൂ. ബ്രോ, നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും, റൈറ്റ്? പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ആ കൂടെ നിങ്ങൾക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ എന്ത് വേണം? നിങ്ങളുടെ കൂടെ ആര് വേണം? നിങ്ങളുടെ കൂടെ ആൾക്കാർ വേണം, സപ്പോർട്ട് വേണം. പക്ഷേ നിങ്ങൾക്കറിയാം, റിയലി നിങ്ങൾക്കൊരു കാര്യം അറിയാം, എനിക്കിത് പറയാൻ വിഷമമുണ്ട്, എന്നാലും നിങ്ങൾക്കറിയാം, എപ്പോഴും ഫെയിൽ ആവുന്നവനോട്, എപ്പോഴും തോറ്റു പോകുന്നതിനോട്, എത്ര അവസരം കിട്ടിയിട്ടും അത് ഉപയോഗിക്കാത്തവനോട് ദൈവമോ യൂണിവേഴ്സോ വലിയ കരുണ കാണിക്കത്തില്ല, റൈറ്റ്? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എത്ര അവസരം കിട്ടിയിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ നാളെ മുതൽ ഡീപ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഇവനൊന്നും അറിയത്തില്ല, ഇവൻ ചുമ്മാ പറയുന്നത്, ഇവൻ ഡീപ്പ് വർക്ക് ഒന്നും ചെയ്യാറില്ല, 5 മണിക്കൂറൊക്കെ ഇവൻ വർക്ക് ചെയ്യാൻ പോവുക, ഇങ്ങനെയാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നെങ്കിൽ ഹാപ്പി. സ്മൈല് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ദാഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവന്മാർ നിങ്ങളെ ഔട്ട് വർക്ക് ചെയ്യും. അവന്മാർ നിങ്ങളുടെ ഫ്യൂച്ചർ ഗേൾഫ്രണ്ടിനെ അവന്മാർ സ്വന്തമാക്കും. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, തിങ്ക് അബൌട്ട് ഇറ്റ്. യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ Z ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ.